സിമ്പിൾ ഡിപ്പി കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് ചക്കക്കുരു എടുത്ത് ഒരു ലഡു ഉണ്ടാക്കാം. അതിന് ഒരു തേങ്ങ ചിരകി വയ്ക്കാം. ചിരവിയ തേങ്ങ മിക്സിയുടെ ജാറിലിട്ട് ഒന്ന് പൊടിച്ച ശേഷം ഒരു പാനിലിട്ട് ഒന്ന് ചൂടാക്കിയെടുക്കാം. ഇങ്ങനെ ചൂടാക്കിയെടുക്കുന്നത് കേട് വരാതിരിക്കാനാണ്. ഇത് മാറ്റി വയ്ക്കാം. ഞാൻ എടുത്തത് 1/2 കിലോ ചക്കക്കുരുവാണ്. ഇതിൻ്റെ തോല് പൊളിച്ച ശേഷം ഇത് പുഴുങ്ങിയെടുക്കാം. ഉപ്പില്ലാതെയാണ് പുഴുങ്ങിയെടുക്കേണ്ടത്. ഇനി ഇത് കുറച്ച് ശർക്കര ഉരുക്കിയതും കൂട്ടി ഒന്ന് അരച്ചെടുക്കാം. ഇത് പാനിലിട്ട് നമുക്കൊന്ന് ഇളക്കിയെടുക്കാം. പകുതി തേങ്ങ പൊടിച്ചത് കൂടി ഇതിൻ്റെ കൂടെ ഇടണം. ഇനി ഇത് നല്ലതുപോലെ ഇളക്കിയെടുക്കാം. ഇതിലുള്ള വെള്ളമെല്ലാം വറ്റി വരണം. അപ്പോൾ ഏതാണ്ട് ഹലുവ പോലെ ആകും. ഞാൻ 1/2 കിലോ ചക്കക്കുരുവിന് 250 ഗ്രാം ശർക്കര ഉരുക്കി അരിച്ചാണ് എടുത്തത്. ശർക്കര ഉരുക്കിയാൽ എപ്പോഴും അരിച്ച ശേഷമേ ഉപയോഗിക്കാവൂ. ശർക്കരയിൽ പല അഴുക്കുകളും ഉണ്ടാകാറുണ്ട്. ഇനി ഇതിലേക്ക് 1 കപ്പ് പാൽപ്പൊടി ഇട്ട് കൊടുക്കാം. പാൽപ്പൊടി കുറച്ചായി ഇടുന്നതാണ് നല്ലത്. ഇതൊന്ന് നല്ലതുപോലെ ഇളക്കി ചേർക്കാം. ഇത് ഇളക്കിയെടുക്കാൻ ചെറുതായി പണിയുണ്ട്. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഗീ ഒഴിച്ചു കൊടുക്കാം.
ഉണ്ടാക്കി കഴിഞ്ഞാൽ സൂപ്പർ സ്വാദാണ്. നല്ലതുപോലെ ഡ്രൈ ആകുന്ന രീതിയിൽ ഇളക്കിയെടുത്താൽ കുറേ കാലം കേടുവരാതെ സൂക്ഷിക്കാം. ഇത് ഹെൽത്തിയായ നല്ലൊരു ലഡുവാണ്. ഇങ്ങനെ സൂക്ഷിച്ചു വയ്ക്കുമ്പോൾ ലഡുവിൻ്റെ പുറത്ത് തേങ്ങയുടെ പൊടി ഇടരുത്. തേങ്ങയുടെ പൊടി പുറത്തിട്ടാൽ അധികകാലം ഇരിക്കില്ല. ചക്കക്കുരു ആണെന്ന് ആരും പറയില്ല. ചക്കക്കുരു കൊണ്ട് ഞങ്ങൾ പല വിധത്തിലുള്ള വിഭവങ്ങളും ഉണ്ടാക്കാറുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് ഏലക്കായ പൊടി ഇട്ട് കൊടുക്കാം. ഒന്ന് നല്ലതുപോലെ ഇളക്കിയെടുക്കാം. പായസമുണ്ടാക്കിയാൽ ശരിക്കും അടപ്രഥമൻ പോലെ ഉണ്ടാകും. അതുകൊണ്ട് നിങ്ങളും ചക്കക്കുരു എടുത്ത് ഇങ്ങനെ പലതും ഉണ്ടാക്കി നോക്കൂ. അപ്പോൾ ചക്കക്കുരു ആർക്കും കളയാൻ മനസ്സ് വരില്ല. ബേക്കറി സാധനങ്ങൾ പലതും വാങ്ങി കഴിക്കാതെ ഇങ്ങനെ വീട്ടിൽ നിന്ന് ഓരോന്ന് ഉണ്ടാക്കി കഴിക്കുക. ഇങ്ങനെ ഇളക്കുമ്പോൾ നമ്മുടെ പാനിൽ നിന്ന് വിട്ട് വരുന്നത് പോലെ ഉണ്ടാകും.
ഇതിൽ നിന്ന് എണ്ണ തെളിഞ്ഞു വരുന്നത് പോലെയും തോന്നിപ്പിക്കും. അപ്പോൾ നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. ഒന്ന് തണുത്ത ശേഷം നമുക്കിത് ബോൾസ് ആക്കി ഉരുട്ടിയെടുക്കാം. ബോൾസ് ആക്കിയ ലഡു തേങ്ങയുടെ പൊടിയിലിട്ട് ഒന്ന് ഉരുട്ടിയെടുക്കാം. നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഞാൻ ഇടുന്ന പുതിയ വീഡിയോകൾ കാണാൻ ബെൽ ഐക്കൺ അമർത്തുക. എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. കൂട്ടുകാരുമായി ഷെയർ ചെയ്യുക.